52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31-ന് അർദ്ധരാത്രി അവസാനിക്കാനിരിക്കെ കേരള തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള അവസാന ഒരുക്കങ്ങൾ പൂർത്തിയായി. പുതിയ മത്സ്യബന്ധന സീസണെ വരവേൽക്കാൻ വലിയ ആവേശത്തിലും പ്രതീക്ഷയിലുമാണ് മത്സ്യത്തൊഴിലാളികൾ. ജൂൺ 9-ന് അർദ്ധരാത്രി ആരംഭിച്ച 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31-ന് അർദ്ധരാത്രി അവസാനിക്കുകയാണ്. ട്രോളിംഗ് നിരോധന കാലയളവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ അനുമതി ഉണ്ടായിരുന്നു. എന്നാൽ മീൻപിടുത്ത ബോട്ടുകൾക്കും ഇൻബോർഡ് എഞ്ചിനുകൾ ഘടിപ്പിച്ച വലിയ വള്ളങ്ങൾക്കും ഈ നിരോധനം ബാധകമായിരുന്നു. ചെറുവള്ളങ്ങൾ ഉപയോഗിച്ചുള്ള പെയർ ട്രോളിംഗിനും നിരോധനമുണ്ടായിരുന്നു. ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും പ്രവർത്തിച്ചിരുന്ന ബങ്കുകളുടെ സേവനങ്ങളും നിർത്തിവെച്ചിരുന്നു. കേരള തീരം വിടണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ മത്സ്യബന്ധന ബോട്ടുകളും തിരികെ പോയിരുന്നു. ട്രോളിംഗ് നിരോധനത്തിൽ ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിരുന്നു. ജൂലൈ 31-ന് ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതിന് മുന്നോടിയായി ബോട്ടുകളുടെയും മത്സ്യബന്ധന വലകളുടെയും അറ്റകുറ്റപ്പണികൾ തീർത്ത് മത്സ്യബന്ധന ഹാർബറുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്താൻ മത്സ്യത്തൊഴിലാളികൾ സജ്ജരായി. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പിടികൂടുന്ന മത്സ്യങ്ങളാണ് ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യവിഭവ പ്രേമികൾക്ക് ആശ്വാസമായത്. ന്യൂസ് ബ്യൂറോ, വൈപ്പിൻ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.